പഞ്ചാബിൽ നിന്ന് 1189 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമ്മൾ ബുള്ളറ്റ് യു പിയിലെത്തിയിരിക്കുകയാണ്. യു പിയിൽ 80 ലോക്സഭാ സീറ്റുകൾ, വളരെ നിർണായകമായ സീറ്റുകൾ. നമ്മൾ ആദ്യം പോകുന്നത് ഹാത്രസിലേക്കാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ, 19 വയസ്സുകാരിയെ 4 പേർ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ഓർമ്മയില്ലേ? ആ വീട്ടിലേക്ക്. ഹാത്രസിലെ സഹോദരിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ 15 CRPFകാരുടെ സുരക്ഷയിലാണ് കുടുംബം ഇപ്പോഴും ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നത്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം. നമ്മൾ വരുന്ന ആളുകളൊക്കെ പേരെഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. എന്തായാലും ഇങ്ങോട്ടേക്ക് പോകാം. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സഹോദരനാണ്, സഹോദരിയുടെ അന്ന് കൊല്ലപ്പെട്ട സഹോദരിയുടെ സഹോദരനാണ്. അദ്ദേഹം മുഖം കാണിക്കില്ല. അദ്ദേഹമാണ് നമ്മളെ പുറത്തുനിന്ന് കൂട്ടകത്തേക്ക് കൊണ്ടുവരുന്നത്. കുടുംബം ഇപ്പോൾ വലിയ സംരക്ഷണയിൽ വീട്ടിൽ കഴിയുകയാണ്. അവർക്ക് പുറത്തേക്കൊന്നും അധികം പോകാറില്ല. സഹോദരൻ ഇപ്പോൾ എനിക്കൊപ്പം ഉണ്ട്. सुरक्षा में कैद है, एक होम अरेस्टिंग की तरह रह रहे हैं, जी रहा है परिवार। इसमें रह रहे हैं एक तरह से जेल की तरह। नौकरी देने के लिए बोला था उस समय, तो एक घर देने के लिए बोला था, तो अभी तक वो दिया नहीं सरकार ने। ഈ ഗ്രാമത്തിൽ 3 വാൽമീകി കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഠാക്കൂർ പണ്ഡിറ്റ് കുടുംബങ്ങളാണ്. അവരൊന്നും ഇവരോട് സഹകരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 4 വർഷമായിട്ടും സർക്കാരും ഒന്നും സഹായിച്ചിട്ടില്ല. വീട് കൊടുക്കാമെന്ന് പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് 4 വർഷങ്ങൾക്ക് ശേഷം ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സഹോദരങ്ങൾ, അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ട്. एक आरोपी है वो अभी अंदर है, जेल में है। बाकी 3 तो वो तो खुला घूम रहे हैं। और हम लोग हैं, हमारा बच्चे छोटे छोटे, उनका पढ़ाई लिखाई नहीं हो पा रही है। हम लोग कुछ ही नहीं कर पा रहे हैं, एक नौकरी भी नहीं कर पा रहे कोई भी, सिक्योरिटी की वजह से। അംബേദ്കറിൻ്റെ ഒരു കൊടി ഈ വീടിൻ്റെ മുന്നിൽ കെട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ അവരോട് ചോദിച്ചത്. जो हमें सुरक्षा मिली ये भी इन्हीं की वजह से मिली है, पर ये इसको भी लोग इसको ख़त्म करना चाह रहे हैं, संविधान को। दलित आदमी को प्रॉब्लम है। हाँ, दलित आदमी को यहाँ पर कीड़े मकोड़े की तरह समझ रहे हैं। वो अपने जैसे कि कीड़े मकोड़े जो गंदी नाली कीड़े उस तरह से हिसाब से दलित लोगों पर समझते हैं। अपराधियों को और ज़्यादा हौसले बुलंद हो रहे हैं। इतने बड़े कांड में जो उसको मतलब गलत काम करा और तो भी छूट के आ गए, तो उनके हौसले बुलंद हो रहे हैं। तो सरकार ही उन्हीं की काम कर रही है ना, उनको बचा रही है लोगों को। 4 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കൊടിയ അനീതിയാണ്. ആ കൊടിയ അനീതി നടന്നിട്ട് എങ്ങനെയാണ് ഈ കുടുംബത്തോട് നമ്മുടെ രാജ്യം, നമ്മുടെ സംവിധാനങ്ങൾ പെരുമാറുന്നത് എന്നതാണ് ഈ 2 സഹോദരങ്ങൾ ഇത്രയും നേരം പറഞ്ഞത്. ഉത്തർപ്രദേശിലെ വോട്ടെടുപ്പിനെ കുറിച്ചുള്ള സമഗ്രമായ ചിത്രം വോട്ടർ സർക്കിൾ ഡയറി നൽകും. യാത്ര ആരംഭിക്കുന്നത് സഹോദരിയുടെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. നമുക്ക് മുന്നോട്ട് പോകാം ഇനിയും.